ടിക്കറ്റ് കൊടുത്തിട്ട് ഗേറ്റിലൂടെ പ്രവേശിക്കുന്ന ഒരു ബീച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ബീച്ചുണ്ട്. കന്യാകുമാരി യാത്രയിലെ എൻ്റെ അവസാനത്തെ സ്പോട്ടാണ് കേട്ടോ. ഇതിനിടയ്ക്ക് മറ്റു ബീച്ചുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മുട്ടം ബീച്ചാണ് സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ മുട്ടം ബീച്ചിലേക്കൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ 10 രൂപയും നമുക്ക് ബൈക്കിന് 10 രൂപയുമാണ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ബീച്ചിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറ്റുന്നത് കാണുന്നത്. നിങ്ങളാരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ബീച്ചിൽ ഇതേമാതിരി ടിക്കറ്റ് എടുത്ത് കയറ്റുന്നത് കണ്ടിട്ടുണ്ടോ? മാത്രമല്ല ഇവിടെ ബീച്ചിന് ഗേറ്റും ഉണ്ട്, കണ്ടില്ലേ? ആ ഗേറ്റിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി നമ്മളെ ഈ ഒരു ടിക്കറ്റ് അവിടുന്ന് മുകൾ ഭാഗത്ത് നിന്ന് എടുത്തതിന് ശേഷം അത് എടുത്ത് കാട്ടി കൊടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ കടത്തി വിടുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറാൻ മാത്രം ബീച്ചിൽ എന്താണുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 10 രൂപ കൊടുത്താൽ എന്താ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ബീച്ചിൽ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. കയറിയ ഭാഗത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പാർക്കുകളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. ഇനി നമുക്ക് മുൻപോട്ട് പോയാൽ മറ്റു കാഴ്ചകൾ കൂടി കാണാം. ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കാഴ്ച. ചുറ്റും മനോഹരമായ പാറകൾ കൊണ്ട് മനോഹരമായൊരു കടൽ തീരം. മാത്രവുമല്ല ഈ ഒരു പാറയുടെ സൈഡിലൂടെയൊക്കെ നടന്നു അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഒരുക്കിയിരിക്കുകയാണ്. ഇൻ്റർലോക്കിലൂടെ കടന്നു വരുമ്പോൾ നമുക്കതാ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. മാത്രമല്ല അവിടുന്ന് സൺസെറ്റൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തും നല്ലൊരു വ്യൂ തന്നെയാണ്. മൊത്തത്തിലൊരു പാറിൻ്റെ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് കണ്ടില്ലേ, നല്ലൊരു കാഴ്ചയാണ്. നമുക്കിവിടെ കയറാനൊക്കെ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവിടെ ഇങ്ങനെ ഇട്ടിച്ചിട്ട് ആരും കയറുന്നതൊന്നും കാണുന്നില്ല. എല്ലാവരും നല്ല അച്ചടക്കത്തിലാണ്. ബീച്ച് എന്തായാലും അടിപൊളി തന്നെയാണ് കേട്ടോ. 10 രൂപ ടിക്കറ്റ് കൊടുത്തത് നഷ്ടമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഭാഷത്തും ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. ഇവിടെ അതുപോലെ തന്നെ പാറകളൊക്കെ ഉണ്ടല്ലേ, പാറയൊക്കെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ പാറയുടെ ഈ നിൽപ്പൊക്കെ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.